വെൽക്കം ബാക്ക് യൂട്യൂബ്. ഇന്ന് നമ്മുടെ അടുത്ത് അഡ്വഞ്ചർ 250 ആണ് നിൽക്കുന്നത്. കുറേ കാത്തിരുന്നൊരു വണ്ടിയാണ്. അതായത് വണ്ടി ഇപ്പോഴും രജിസ്ട്രേഷൻ ആയിട്ടില്ല, അതുകൊണ്ടായിരുന്നു അവർ തരാഞ്ഞത്. KTMകാർ ആക്ച്വലി വണ്ടി കൊടുക്കുന്നതിൽ, വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുന്നതിൽ അത്ര മടിയുള്ളവരല്ല. യമഹക്കാർ കുറച്ച് മടിയുള്ള ടീംസാണ്. ബട്ട് KTMകാർ മനസ്സറിഞ്ഞ് അവരെ വണ്ടി തരും. ഞാനിപ്പം അവിടെ നിന്ന് ഇവിടേക്ക് എടുത്തപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക, ഹൈറ്റൊക്കെ നമ്മൾ ഏകദേശം എക്സ്പൾസിന് സാമ്യമായിട്ടുള്ളതായിട്ട് തോന്നി. സോ വണ്ടി വരുന്നത് 248cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. 29 bhp പവറും 24 Nm ടോർക്കുമാണ് വരുന്നത്. 6 സ്പീഡ് മാനുവലാണ് ഓബ്വിയസ്ലി. പിന്നെ ഗിയേഴ്സൊക്കെ ഫസ്റ്റ് 1, 2, 3 ഗിയേഴ്സൊക്കെ ഷോർട്ട് ഗിയേഴ്സാണ്. പെട്ടെന്ന് തീർന്നു പോകുന്നത്. വണ്ടി 140 ആണ് ടോപ്പ് സ്പീഡ് പറയുന്നത്. ഒരു 100-110 നമുക്കൊരു കംഫർട്ടായിട്ട് ഓടിക്കാം. വണ്ടിയുടെ സീറ്റിൻ്റെ കുഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ പറയുക, കംഫർട്ടാണ്, ബട്ട് എന്നാലും ഹാർഡുമാണ്. ലൈക്ക് സംഭവം ഹാർഡാണ്, പക്ഷേ ഇരിക്കുന്ന സമയത്ത് സീറ്റ് കുറച്ച് വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ അത്ര പ്രശ്നമൊന്നുമില്ല. ലൈക്ക് നമ്മൾ നിതമങ്ങൾ പ്ലേസ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ബാക്കിലും അതുപോലെ നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. പിന്നെ 14.5 ലിറ്ററാണ് ഫ്യൂവൽ ടാങ്ക് വരുന്നത്. 2.5 റിസർവും വരുന്നുണ്ട്. സോ വണ്ടിയുടെ സീറ്റായിട്ട് വരുന്നത് 855 mm ആണ്. സീറ്റായിട്ട് വലിയ പ്രശ്നമൊന്നായിട്ട് തോന്നിയിട്ടില്ല. ടിപ്ടോ ആണ്, ബട്ട് മാനേജബിൾ ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 200 mm. സോ ഫ്രണ്ടിൽ 300 mm ഡിസ്കും ബാക്കിൽ 230 mm ഡിസ്കുമാണ് വരുന്നത്. ബൈറ്റൊക്കെ ആക്ച്വലി ആവശ്യത്തിനുണ്ട്. ലൈക്ക് പിന്നെ ഓബിയസ്ലി ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. ഫ്രണ്ടിൽ 19 ഇഞ്ച് 100/90 സെഷനാണ് വരുന്നത്. ബാക്കിൽ 17 ഇഞ്ച് 130/80 സെഷനാണ് ടയേഴ്സ് വരുന്നത്. ടയേഴ്സ് MRFൻ്റെ ഡുവൽ പർപ്പസ് ടയേഴ്സാണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ വരുന്നത് WP Apexൻ്റെ അപ്സൈഡ് ഡൗൺ ഫോക്കാണ് വരുന്നത്. പിന്നെ ബാക്കിൽ വരുന്നത് അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ് വരുന്നത്. പിന്നെ വണ്ടി 2 കളേഴ്സിലാണ് അവൈലബിൾ. ഇലക്ട്രിക് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടും പിന്നെ ഫാക്ടറി റേസിംഗ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. ഫാക്ടറി റേസിംഗ് ബ്ലൂ കുറച്ചും കൂടെ എപ്പീലിംഗ് ആണ് കാണാൻ. അതായത് ഇവിടെ ഒരു വൈറ്റൊക്കെ ആയിട്ട് ഈ ഭാഗത്ത് ബ്ലൂ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അത് കുറച്ചും കൂടെ എന്താ പറയുക, KTM എപ്പോഴും ഇതുപോലെ ഓറഞ്ചും ബ്ലാക്കും എന്ന് പറഞ്ഞാൽ ഇറക്കുന്നുണ്ട്. ഒരു ഡിഫറൻസ് കണ്ടപ്പം ഒരു കൗതുകം തോന്നി. സോ വണ്ടി ഓൾ LED അല്ലേ വരുന്നത്. അതായത് നമ്മളെ ഹെഡ്ലൈറ്റ് ഹാലജനാണ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മളെ DRL ഓബിയസ്ലി LED, ഇൻഡിക്കേറ്റേഴ്സ് LED ആണ്, ടെയിൽ ലൈറ്റ്സ് LED ആണ്. പിന്നെ നമുക്ക് ഓഫ് റോഡ് അടിക്കുമ്പം അല്പം ഗ്രിപ്പൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ ദൈവം എങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് സെഷനിലും ലൈക്ക് ബ്രേക്കിൻ്റെ ലിവറിലും അതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാബ് റെയിൽ, അതായത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഇത്രയും വൈഡായിട്ടുള്ളൊരു ഗ്രാബ് റെയിൽ വരുന്നത്. എക്സ്പൾസിലൊക്കെ ഒരുമാതിരി എന്താ പറയുക, പിടിച്ചാൽ കിട്ടാത്ത ലെവൽ ഗ്രാബ് റെയിലാണ് വരുന്നത്. സോ പുറത്തുള്ള കാര്യം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് എടുക്കാം. അതിന് മുന്നേ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 12 volt ചാർജിങ് സോക്കറ്റാണ്. അതായത് നമുക്കൊരു ലോങ് റൈഡൊക്കെ പോകുമ്പോൾ വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ് ഒരു ADV ബൈക്ക് ആകുമ്പോൾ. അത് ആക്ച്വലി നല്ലൊരു ടച്ചാണ്. നമ്മൾ 390 കണ്ട പോലെ TFT ഡിസ്പ്ലേ അല്ല വരുന്നത്. നോർമൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്, നമ്മൾ എക്സ്പൾസിലൊക്കെ കാണുന്ന പോലെ. ഇത് ടാക്കോമീറ്റർ വരുന്നുണ്ട്, ഫ്യൂൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, ടെമ്പറേച്ചർ വരുന്നുണ്ട്, പിന്നെ ഗിയർ പൊസിഷൻ വരുന്നുണ്ട്, ടൈം, കിൽ സ്വിച്ച് ഓൺ ആക്കട്ടെ. ഇവിടെയാണ് ഓഡോമീറ്റർ കാണിക്കുന്നത്. ലോ ഫ്യൂൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ട്രിപ്പ് 1 കാണിക്കുന്നുണ്ട്. ആ ട്രിപ്പ് 1 എത്ര ആവറേജ് സ്പീഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ ട്രിപ്പ് 2 അതുപോലെ കാണിക്കുന്നുണ്ട്. ഈ റിഗ് റിമൂവബിൾ ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ GPS മൗണ്ട് വെക്കാം. പ്രോപ്പർ ടൂറിന് പോകേണ്ട ഒരു മനുഷ്യൻ, അയാൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ഈ വണ്ടി കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഒരു 250cc അകത്ത് ഇത്രയും സാധനം ഉണ്ട്. അത് ആക്ച്വലി വളരെ നല്ലൊരു കാര്യമാണ്. സോ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹിമാലയൻ പോലെ എന്താ പറയുക, വണ്ടിയുടെ ഉള്ളിലിരിക്കുന്ന ഫീലല്ല, വണ്ടിയുടെ മേലിരുന്ന് പോകുന്നൊരു ഫീലാണ്. അതൊന്നാമത് വിൻവൈസർ ചെറുതായതുകൊണ്ടായിരിക്കാം. വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഹാൻഡിൽ ബാർ പൊസിഷൻ ആക്ച്വലി കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ്. പ്രോപ്പർ അടിയിലേക്കല്ല, ബട്ട് എന്നാൽ പ്രോപ്പർ ഒരു അപ്രൈറ്റ് പൊസിഷനും അല്ല. ഒരു ഓക്കെ പൊസിഷനാണ്, കംഫർട്ടബിളാണ്. പിന്നെ ഹാൻഡിൽ ബാറിൽ വരുന്ന സ്വിച്ചസ് പറഞ്ഞുതരാം. കിൽ സ്വിച്ച് വരുന്നുണ്ട്, ഇഗ്നിഷൻ വരുന്നുണ്ട്, ഹൈ ബീം, ലോ ബീം, പാസ്, ഇൻഡിക്കേറ്റേഴ്സ് ഓൺ, അത്രേ ഉള്ളൂ. അധികം ഫാൻസി സ്റ്റഫ് ഒന്നുമില്ല. എക്സോസ്റ്റ് സൗണ്ട് അല്ലേ, മറന്നുപോയി. ഇപ്പം ഞാൻ തീർച്ചയായും എക്സോ സൗണ്ട് ആക്ച്വലി സ്വീറ്റ് സൗണ്ടാണ്. അതായത് നമ്മളെ ചിരട്ടിട്ട് ചിരകുന്ന സൗണ്ടൊന്നുമല്ല, ബട്ട് കേൾക്കാനൊരു സുഖമൊക്കെ ഉള്ളൊരു സൗണ്ടാണ്. ഒരു 250cc ആണ്. ഇത് കണ്ടാൽ പറയില്ല കേട്ടോ, കാരണം നമുക്ക് ഒരു ബിഗ് ബൈക്ക് ഫീലാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നത്. അത്രയും വൈഡാണ് ഫ്രണ്ട് കാണുമ്പോൾ. ഫ്രണ്ടിൽ ഒരുപാടുണ്ട്, ഫ്രണ്ടിൽ കാണാൻ നമുക്ക് ഒരുപാടുണ്ട്. പിന്നെ തല ഒരിത്തിരി തെറിച്ചിട്ടാണ് മുമ്പോട്ട് നിൽക്കുന്നത്. അത് ഫസ്റ്റ് ടൈം ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും അങ്ങനെയായിരുന്നു ഫീൽ വന്നത്.
ഫ്രണ്ട് തെറിച്ച് നിൽക്കുന്ന പോലെ, അതായത് തല ഇങ്ങനെ ഏന്തി ആരോ നോക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ വണ്ടി ദൂരം നിന്നാണ്. അപ്പോൾ പിന്നെ എല്ലാവരും വണ്ടി പഴകി, വണ്ടിയുടെ പേർപ്പസ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് വണ്ടിയിലേക്ക് ആൾക്കാർ കുറേ കയറാൻ തുടങ്ങി. നമ്മളെ നോർമൽ 250 ഒക്കെ പോലെ എന്താ പറയുക, പേടിപ്പിക്കുന്ന ടൈപ്പുള്ള ടോർക്കൊന്നും വണ്ടിക്കില്ല. പേപ്പേഴ്സിൽ അത് കാണിക്കുന്നുണ്ടെങ്കിലും എന്താ പറയുക, വളരെ കാമായിട്ടുള്ളൊരു വണ്ടിയാണ്. ബട്ട് ടൂറിങ്ങിന് വേണമെങ്കിൽ വലിച്ചെടുത്ത് പൊളിപ്പിക്കാൻ പറ്റിയൊരു വണ്ടിയും കൂടാണ്. 2.36 ലക്ഷമാണ് വണ്ടിക്ക് റേറ്റ് വരുന്നത്. അപ്പം ആ ഒരു റേറ്റ് നോക്കുമ്പം ലൈക്ക് എന്താ പറയുക, ഹിമാലയന് വരുന്നത് 400 cc എഞ്ചിനായിട്ട് അതിന് 2 something വരുന്നത്. ഇതിന് 200 cc ആയിട്ട് ഈ റേറ്റാണ് വരുന്നത്. ബട്ട് KTM ആണ്, അതിനതിൻ്റെ ഗുമ്മുണ്ട്. ഞാനിപ്പോൾ കുറേ പ്രാവശ്യം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് കയറുമ്പം കുറേ ഫോൾസ് ന്യൂട്രൽ വീഴുന്നുണ്ടായിരുന്നു. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ലൈക്ക് ഇടുന്ന സമയത്തൊന്ന് വലിച്ചൊന്നിട്ടാൽ മതി. സെക്കൻഡ് ഗിയർ കുറച്ചൊന്ന് മേലോട്ടാക്കണം. അതെനിക്ക് ഈ വണ്ടിയിൽ മാത്രമാണോ എന്നറിയില്ല, ആരെങ്കിലും ഓണേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് പറയാം, അങ്ങനെ ഫോൾസ് ന്യൂട്രൽ വീഴുന്ന ഇഷ്യൂ ഉണ്ടോ എന്ന്. എൻജിൻ സൈഡ് സ്മൂത്താണ്. ഹാൻഡിൽ ബാറിൽ വൈബ്രേഷൻ ഇല്ല, ബട്ട് ബസ് ഫീൽ ഉണ്ട്. ഞാൻ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ കിടക്കിട്ട് നമ്മൾ ബുള്ളറ്റൊക്കെ ഇല്ലേ, അത് തന്നെ സാധനം, അതാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ബട്ട് ബസ് ഫീൽ എന്ന് പറയുമ്പം ഒരു ടൈപ്പ് അതാണ് നമുക്ക് വരുന്നത്. അതേ നമ്മളെ വെട്ടിക്കാൻ വേണ്ടി ഒരു ഡിയോക്കാരൻ പറന്നു പോകണം, പോട്ടെ അവൻ പോട്ടെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, വണ്ടിക്ക് ഒരു ബസ് ഫീലാണുള്ളത്, ബട്ട് വെറുപ്പിക്കുന്ന ഫീലല്ല. സീറ്റൊക്കെ സെറ്റാട്ടോ, സീറ്റൊക്കെ പലക പോലെ ഫീൽ ഉണ്ടെങ്കിലും കുഷനില്ലാത്തൊരു വിഷമം എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ അകത്ത്. കാരണം വൈഡ് സീറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ആ ഒരു ചെറിയൊരു ഹമ്പ് ചാടിയപ്പം സസ്പെൻഷനൊക്കെ വളരെ സ്മൂത്തായിട്ടാണ് ഡാബ് ചെയ്തെടുക്കുന്നത്. നമ്മളെ ഫുഡ് പാക്ക് എന്ന് പറയുന്നത് ഒരു പൊടിക്ക് ബാക്കോട്ടാണ്, ഡയറക്റ്റ് സ്ട്രൈറ്റ് അല്ല, ബട്ട് ഒരു പൊടിക്ക് ബാക്കോട്ടാണ്. അതും വൃത്തിയോടൊന്നുമല്ല, ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് പാക്കൊക്കെ നല്ല വൈഡായിട്ടുള്ള ഫുഡ് പാക്കാണ്, അതുകൊണ്ട് തന്നെ കാല് അവിടെ നിൽക്കുന്നുണ്ട്. അതായത് എന്താ പറയുക, ചെറിയൊരു കമ്പി കഷ്ണത്തിന് മേലെ വെക്കുന്നൊരു ഫീലൊന്നുമില്ല. വണ്ടിയുടെ ടോപ്പ് സ്പീഡൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, നാട് മുഴുവൻ പോലീസാണ്, പിന്നെ എന്തിനാ വെറുതെ റിസ്ക് എടുക്കണേ. സോ നമുക്ക് ഈ വണ്ടി തന്നത് വെസ്റ്റിൽ KTM എന്നാണ്. അതായത് നമ്മളെ കനകാലയ ബാങ്കിൻ്റെ അടുത്തുള്ള, കാലിക്കറ്റ് കനകാലയ ബാങ്കിൻ്റെ അടുത്തുള്ള KTM ഷോറൂമിൽ നിന്നാണ് വണ്ടി തന്നത്. ടയേഴ്സൊക്കെ നല്ല ഗ്രിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട് കോർണർ ചെയ്യുമ്പോൾ. അത് ലൈക്ക് നമുക്ക് അറിയാൻ പറ്റും, അത് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യും. അന്ന് ഞാൻ ആ പ്രാണം കൊടുത്ത സമയത്ത് ആ വണ്ടിക്ക് ടയർ ഗ്രിപ്പ് ഉണ്ട്, ബട്ട് വെയിറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് വണ്ടി എന്താ പറയുക, ഒന്ന് പാളുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നിയിരുന്നു. അയാളെന്താ കാണിച്ചേ, വിൻ പ്രൊട്ടക്ഷൻ 50-60, വിൻ പ്രൊട്ടക്ഷൻ ഒരു 60 ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളെ മേത്തേക്ക് അടിക്കും. 60 കൂട്ടാം, നമുക്ക് റൗണ്ട് ചെയ്തൊരു 60 പിടിക്കാം. വിൻ പ്രൊട്ടക്ഷൻ ഒരു വലിയ വിൻഷീൽഡ് വെച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് ഒരുപാട് കിട്ടും ആഫ്റ്റർ മാർക്കറ്റ് വിൻഷീൽഡ്സ്. നല്ല രസം കേട്ടോ വണ്ടി ഇരിക്കാൻ, നല്ല എന്താ പറയുക, ഒരു പ്രീമിയം ഫീലാണ് വണ്ടിക്ക്. നാട്ടുകാരൊക്കെ ഒന്ന് നോക്കും, അതെല്ലാ വീഡിയോയിലും ഞാൻ പറയണതാണ്, അത് ഉള്ളതാണ് ഞാൻ പറയുന്നത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ അത് ഞാനിങ്ങനെ ക്യാമറ വെച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണോ എന്നും എനിക്കറിയില്ല, ബട്ട് നല്ലൊരു അട്രാക്റ്റീവ് വണ്ടിയാണ് KTM. നമ്മൾ ഇത്രയും നേരെ ഓടിയ ഇല്ല, ഹീറ്റ് അത്ര എനിക്ക് തോന്നുന്നില്ല. ഹീറ്റ് വെച്ചാൽ ഹീറ്റ് ഉണ്ടാവും, നോർമലി എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് ഉണ്ടാവും. ബട്ട് ഒരു KTM വെച്ച് നോക്കുമ്പം ആ ലെവൽ ഓഫ് ഹീറ്റ് ഇല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു 5000-6000 RPM ഒക്കെ നമുക്ക് വലിച്ചെടുക്കട്ടോ, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞാലാണ് മറ്റേ ആ ഒരു വെർപ്പിക്കൽ ഫീൽ വരുന്നത് വണ്ടിക്ക്. ഇപ്പം ഞാൻ ആ ഓട്ടോ നിർത്തിയ സമയത്ത് ഒന്ന് ബ്രേക്ക് പിടിച്ചപ്പം വളരെ ഡീസൻറ്റ് റെസ്പോൺസ് ആയിരുന്നു. ബ്രേക്കിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഫ്രണ്ട് ബ്രേക്ക് ആയാലും, ഫ്രണ്ട് ബ്രേക്കിന് നമുക്ക് ആ ഒരു ഡിപ്പ് ഇല്ല കേട്ടോ. ലൈക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നോർമൽ ഒരു ADV ബൈക്സ് ഒക്കെ ആകുമ്പം ഒരു ഡിപ്പ് ഉണ്ടാവും, ആ ഡിപ്പ് ഇതിന് എനിക്ക് തോന്നിയിട്ടില്ല. 250 വണ്ടി എന്താ പറയുക, ഇത്രയും ഒരു എഗ്രഷൻ ഇല്ലാതെ
അഗ്രഷൻ ഇല്ലയെന്നല്ല കേട്ടോ, നമ്മളൊന്ന് മെല്ലെ കൊടുക്കുമ്പോഴേക്കും തെറിച്ച് ഇങ്ങനെ അയ്യോ എന്നെ കൊല്ലുന്നേന്ന് പറഞ്ഞ് പോണ പോക്കൊന്നുമില്ലാതെ മനസമാധാനത്തോടെ ഓടിക്കാൻ പറ്റിയൊരു വണ്ടി. നല്ലൊരു സുഖമുണ്ട്, ട്രാവലൊക്കെ ചെയ്യാൻ സെറ്റാണ്. പിന്നെ ബാക്കി ലോങ് റൈഡ് ഓടിച്ചാലേ അറിയുള്ളൂ, നമ്മൾ ഇട്ടാവട്ടം നമുക്ക് ഇറങ്ങിയിട്ട് അത്ര അറിയില്ല. ബട്ട് സിറ്റിയിലൊക്കെ കൊണ്ടുപോകാൻ സെറ്റാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഓ സോ സാറ്റിസ്ഫൈയിങ് മാൻ. അവർക്ക് ഹോണൊന്ന് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു കേട്ടോ. ഹോണ് കുറച്ചൊരു ബിഗ് ബൈക്ക് ഫീൽ കിട്ടുന്ന ഒരു ഹോൺ വെക്കായിരുന്നു. ഇത് ഹോൺ എനിക്ക് വലിയ രസമായിട്ടാണ്. പിന്നെ നമുക്ക് മാറ്റാവുന്ന വരും, അത് വേറൊരു കാര്യം. ഫ്രണ്ടിൽ ഹാൻഡിൽ ഗാർഡ് വരുന്നുണ്ട്, അത് കിട്ടിയ പാടന്നെ മാറ്റിക്കോ. കാരണം നമ്മുടെ പ്ലാസ്റ്റിക്കാണ് വരുന്നത് ഫ്രണ്ടിൽ. നടുക്കിൽ എന്താ പറയുക, മെറ്റൽ റോഡൊന്നും വരുന്നില്ല പ്രൊട്ടക്ഷന്. പക്ഷേ ലുക്കിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്ഡോ വണ്ടി. കംഫർട്ടിൻ്റെ കാര്യത്തിലും ബാക്കിലിരിക്കാനും നല്ല കംഫർട്ടാണ് വണ്ടി. ഞാനന്ന് CB 300 പറഞ്ഞ പോലെ കൊടുക്കുന്ന സമയത്ത് ബാക്കിലെ ആൾ നമ്മളെ കെട്ടിപ്പിടിക്കണം എന്നൊക്കെ പറയലേ, ആ സീനൊന്നും ഇതില്ല. ഇത് ബാക്കിൽ ആക്കിയിരുന്നിട്ട് ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാം. വലിയ എന്താ പറയുക, മാളി പോണ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഒരു ഡീസൻറ്റ് പവറാണ്. 4th ഗിയർ മതി നമുക്ക് സിറ്റിയിൽ ഓടിച്ച് കളിക്കാൻ. ആക്ച്വലി ഈ വണ്ടി ടൂറിങ് എന്നൊരു കോൺസെപ്റ്റിൽ ഉണ്ടാക്കിയതാണ്, പ്രോപ്പർ ഓഫ് റോഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു വണ്ടിയല്ല. പിന്നെ വണ്ടിയുടെ ഹീറ്റ് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പറയുന്നത്. ഒരു സീനും ഇല്ല കേട്ടോ. ലൈക്ക് ഹീറ്റ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് കാലോട്ട് അടിക്കുന്നില്ല. നമ്മളോട് വീഡിയോ നിർത്തുകയാണ്, വണ്ടി ഷോറൂമിൻ്റെ അവിടേക്ക് എത്തിച്ചു. അപ്പോൾ എനിവേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗുഡ് ബൈ.